والصلاة والسلام على رسولنا وحبيبنا محمد الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. أما بعد، فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ അൽ ഇൻഫിത്താറിന്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ച മനുഷ്യനെ സംബോധന ചെയ്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ വളരെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഒരു ഉണർത്തൽ, അതാണ് നമ്മൾ പഠിച്ചത്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. അല്ലയോ മനുഷ്യ, അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? ആ റബ്ബ് നമ്മോട് കാണിച്ച ഔദാര്യം ഓരോന്നോരോന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ക്ലിപ്തപ്പെടുത്താനാവില്ല. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ഈ മൂന്ന് വാക്കുകളിൽ തന്നെ എമ്പാടും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾച്ചേർത്തിട്ടുണ്ട്. നിന്നെ സൃഷ്ടിച്ചു, നിന്റെ സൃഷ്ടിപ്പിനെ ഏറ്റപ്പറ്റുകളില്ലാതെ അവൻ ശരിപ്പെടുത്തി. മാത്രവുമല്ല, നിന്റെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടനയെ അവൻ സന്തുലിതമാക്കി. ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല, നിനക്ക് ബുദ്ധി നൽകി. മറ്റുള്ള സൃഷ്ടിയേക്കാൾ നിന്നെ അവൻ ആദരിച്ചു. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചു എന്നാണ് പറഞ്ഞത്. ആരാണ് ആദരിച്ചത്? റബ്ബുക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബ് ആദം സന്തതികളെ മുഴുവൻ ആദരിച്ചു എന്ന് പറയുന്നു. മാത്രവുമല്ല, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ നമ്മെ അവൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി സംവിധാനിച്ചു സംഘടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ഇത്രയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ബോധവാന്മാരാകുന്നില്ല? നിന്നെ റബ്ബിന്റെ കാര്യത്തിൽ വഞ്ചിച്ചു കളയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. സട്ടാവായ നാഥൻ നിങ്ങൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി. ഇനിയും നിങ്ങളുടെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഈ ദുനിയാവിയായ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകാനുള്ള വേദിയാണ് യൗമുദ്ദീൻ, പ്രതിഫല നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ദിനം. അതാണ് യൗമുദ്ദീൻ. അതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ലാ, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല, നിങ്ങൾ അവഗണിച്ചു തള്ളുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. നിസ്സംശയം, തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു കാര്യമാകുന്നു അദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നടപടി. യൗമുദ്ദീൻ, നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസം. അതിനെ നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കല്ലാ, അല്ല, അങ്ങനെയല്ല, നിസ്സംശയം. ബൽ, പക്ഷേ, തുകദ്ദിബൂന, നിങ്ങൾ കളവാക്കുന്നു, നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു. എന്തിനെ? ബിദ്ദീൻ, ദീനിനെ. അപ്പൊ ദീൻ എന്നുള്ളതിന് രണ്ട് അർത്ഥം നമ്മളിപ്പോ പഠിച്ചു. ഒന്ന്, ദീൻ എന്നത് സാധാരണയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മതം, ധർമ്മനിഷ്ഠ, ധാർമ്മിക ബോധം.
അതൊക്കെയാണ്. അതേപോലെ തന്നെ ദീനിന്റെ മറ്റൊരർത്ഥം കൂടിയാണ് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം. അജ്റും മിനല്ലാഹി സുബ്ഹാനഹു വ തആല മിനൽ ആഖിറ, ആഖിറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂലി എന്നാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിലുള്ള നിർബന്ധ പ്രാർത്ഥനകളിൽ 17 തവണ മാലിക് യൗമിദ്ദീൻ, ആ യൗമുദ്ദീനിന്റെ ഉടമസ്ഥനാകുന്നു അല്ലാഹു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഈ യൗമുദ്ദീനിനെ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നു, അവഗണിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. നമ്മൾ നേരത്തെ പഠിച്ചു, കളവാക്കി, നിഷേധിച്ചു തള്ളി എന്നൊക്കെയാണ്. സ്വദ്ദഖ യുസദ്ദിഖു എന്നാണ് അതിന്റെ നേരെ വിപരീത പദം. അംഗീകരിച്ചു, അതുപോലെ സത്യപ്പെടുത്തി. കദ്ദബ യുകദ്ദിബ്, ബൽ തുകദ്ദിബൂന ബിദ്ദീൻ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് വഖദ് തല ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇങ്ങനെ ഓതി. ഏതായത്ത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നോ? മാ ഗറക എന്ന ചോദ്യത്തിന് ഗറഹു ജഹ്ലുഹു, മനുഷ്യനെ വഞ്ചിച്ചു കളയുന്നത് അവന്റെ അവിവേകമാകുന്നു, അവന്റെ അജ്ഞതയാകുന്നു, അവന്റെ അറിവില്ലായ്മയാകുന്നു, ജഹ്ലാണ്. മനുഷ്യന് എന്ത് വേണം? ഇൽമ് വേണം. അവന് വിവേകം കിട്ടണം, ഹെൽമ് കിട്ടണം, അറിവ് നേടണം. ആ അറിവ് എന്തിനെ കുറിച്ചാണ് ആദ്യം ഉണ്ടാകേണ്ടത്? അവന്റെ റബ്ബിനെ കുറിച്ചാണ് അറിവുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിലാകണം നിന്റെ വായനയും നിന്റെ അന്വേഷണവും നിന്റെ പഠനവും ഒക്കെ തുടങ്ങേണ്ടത്. ആദ്യമായി തന്നെ ഖുർആൻ അവതരിപ്പിച്ച സന്ദർഭത്തിൽ തുടങ്ങുന്ന പ്രഥമ സൂക്തമാണത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. അതാണ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിട്ടാ പറഞ്ഞത് ഗറഹു ജഹ്ലുഹു, മനുഷ്യനെ അവന്റെ അജ്ഞതയാകുന്നു, അവന്റെ അവിവേകവും അറിവില്ലായ്മയാകുന്നു വഞ്ചിച്ചു കളഞ്ഞത്. എന്നിട്ട് ഇതും കൂടി ഉമർ റളിയല്ലാഹു അൻഹു ചേർത്ത് ഓതി എന്നാണ്. വഖറഅ ഇന്നഹു കാന ളലൂമൻ ജഹൂല. മനുഷ്യൻ അല്ലാഹു ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അവനെ സൃഷ്ടികളിൽ ഉത്തമനാക്കി ആദരിച്ചു. എന്തെന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു മനുഷ്യന് ചെയ്തു കൊടുത്തു. എന്നിട്ടോ സൂറ അഹ്സാബിന്റെ അവസാന ഭാഗം അമാനത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇന്നാ അറളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ. അമാനത്ത് മനുഷ്യനാണ് ഏറ്റെടുത്തത്. മനുഷ്യന്റെ സവിശേഷത എന്താണ്? അവന് ഇഖ്തിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ്. അതാണ് അമാനത്തിൽ അടങ്ങിയിട്ടുള്ള പൊരുൾ എന്നാണ്. ജിന്നുവർഗവും മനുഷ്യവർഗവും അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടികളിലും ഈ ഇഖ്തിയാറില്ലല്ലോ, അവരത് ഏറ്റെടുത്തിട്ടില്ല ആ അമാനത്ത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സവിശേഷത വരെ മനുഷ്യന് നൽകിയിട്ട് സുബ്ഹാനല്ലാഹ് ഗറഹു ജഹ്ലുഹു ഇന്നഹു കാന ളലൂമൻ ജഹൂല, അവൻ അവിവേകിയും അക്രമിയുമായി തീരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ മനുഷ്യന്റെ അസ്തിത്വം അവൻ സ്വയം ഉണ്ടായതല്ല, അവന്റെ മാതാപിതാക്കളുമല്ല അവന്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ദൈവനിഷേധികളായ ആളുകൾ പറയുന്നത് പോലെ ഇവിടൊക്കെ മൂലകങ്ങളാണുള്ളത്. നമ്മൾ മെന്റലീഫിന്റെ ആവർത്തന പട്ടിക ചെറുപ്പത്തിൽ പഠിച്ചപ്പോ ഇവിടെയുള്ള ഓരോ മൂലകങ്ങളെയും പ്രത്യേകം വകതിരിച്ചു പഠിച്ചിട്ടില്ലേ? ഈ മൂലകങ്ങളൊക്കെ പരസ്പരം യാദൃശ്ചികമായി ചേർന്ന് രൂപപ്പെട്ടതാണോ മനുഷ്യൻ? അതിലൊക്കെ നമ്മുടെ ശരീരത്തിൽ അതൊക്കെ ഉണ്ട്, മണ്ണിന്റെ അംശത്തിൽ അതൊക്കെ ഉണ്ട്.
പക്ഷെ അങ്ങനെ യാദൃശ്ചികമായി അങ്ങനെ രൂപപ്പെടുമോ? എന്നാൽ ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്? വളരെ സുന്ദരമായ രൂപത്തിൽ നമ്മളെ പടച്ചിട്ടുള്ളത് യുക്തിമാനും ശക്തിമാനുമായ ജഗന്നിയന്താവായ ദയാമയനും ഉദാരനുമായ കരീം. അതാണ് റബ്ബുക്കൽ കരീം. ഉദാരനുമായ അള്ളാഹു ആകുന്നു മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് എന്ന ബോധം അതുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ ഈ യൗമുദ്ദീനിനെ അവരെങ്ങനെ കളവാക്കും? മനുഷ്യന്റെ ജീവിത ദൗത്യം, അതിന്റെ പ്രാധാന്യം, അവൻ നേടേണ്ട ലക്ഷ്യം, അതൊക്കെ കൃത്യമായി സ്രഷ്ടാവായ നാഥൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതിനെയാണ് മനുഷ്യൻ അവഗണിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ. തുടർന്ന് വഇന്ന അലൈക്കും ലഹാഫിളീൻ. വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലിൽ ഉണ്ട്. ആരുണ്ട്? ലഹാഫിളീൻ. ഇന്ന എന്നുള്ളത് തോക്കീതാണ്, ലാമു തോക്കീതാണ്. ഹഫിള എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിച്ചു, കാത്തു സൂക്ഷിച്ചു, രക്ഷിച്ചു എന്നൊക്കെയുള്ള അർത്ഥമാണ് അറബിയിലുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനപ്പാടമാക്കി എന്ന്. ഹാഫിദുൽ ഖുർആൻ, അത് കാത്തു സൂക്ഷിക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. ഹാഫിദുൽ ഖുർആൻ യഹ്ഫദു അൽ ഖുർആന ഫി ഖൽബിഹി. ഇവിടെ മലക്കുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, നിശ്ചയമായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. അതാരാണ് ആ മേൽനോട്ടക്കാർ? അവരുടെ ഡ്യൂട്ടി എന്താണ്? കിറാമൻ കാതിബീൻ. കരീം, റബ്ബുക്കൽ കരീം എന്ന് പറഞ്ഞല്ലോ. ഈ വിശേഷണം അല്ലാഹു മലക്കുകൾക്ക്, അള്ളാഹുവിന്റെ ഉദാരനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികളായി കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്കൃഷ്ടരായി കൊണ്ടാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടും രണ്ട് സൃഷ്ടി വിഭാഗമാണല്ലോ മലക്കുകൾ. മനുഷ്യൻ, ജിന്ന്, മലക്ക്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുടേതായ ആ പദവിയും ആദരവും നൽകിയിട്ടുണ്ട്. കിറാമൻ, അവർ മാന്യന്മാരാകുന്നു. കരീം, അതിന്റെ ബഹുവചന രൂപത്തിൽ ആയിക്കൊണ്ടാണ് കിറാം എന്ന് പറഞ്ഞിട്ടുള്ളത്. കിറാമൻ കാതിബീൻ, അവരുടെ ഡ്യൂട്ടി എന്താണ്? അവർ എഴുതിക്കൊണ്ടിരിക്കുന്നവരാകുന്നു, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാകുന്നു. കതബ യക്തുബു കാതിബ്, ഹഫിള യഹ്ഫദു എന്നാണ്. ഹാഫിദ്, കിറാമൻ കാതിബീൻ, അവ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാന്യന്മാരായ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മൾ ഇങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അള്ളാഹു ആരെയും ഈ ദുനിയാവിലേക്ക് കടിഞ്ഞാണില്ലാതെ, നിയന്ത്രണമില്ലാതെ അങ്ങോട്ട് ഊരിവിട്ട് സൃഷ്ടിച്ചു വിട്ടതൊന്നുമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അമഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഫഹസിബ്തും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, അബസ് എന്ന് പറഞ്ഞ കളി തമാശയായിക്കൊണ്ടാണോ നിങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിശ്ചയം നിങ്ങൾ നമ്മുടെ അരികിലേക്ക് തന്നെ മടക്കപ്പെടുകയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അതുകൊണ്ടല്ലേ യൗമുദ്ദീൻ, പ്രതിഫല ദിനത്തെ നിങ്ങൾ നിഷേധിച്ചു കളയുന്നത് എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾക്ക് ചില മേൽനോട്ടക്കാരെയൊക്കെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. വെറുതെ സൃഷ്ടിച്ച് നിങ്ങളാണ്ട് കടിഞ്ഞാണില്ലാതെ ഊരി വിട്ടതൊന്നുമല്ല. ആ കാര്യവും ബോധവും ഒക്കെ നിങ്ങൾക്ക് വേണം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളും എല്ലാ കൃത്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്തുന്ന
സത്യസന്ധരായ, നിരീക്ഷകരായ, മേൽനോട്ടക്കാരായ, മാന്യന്മാരായ എന്റെ ചില സൃഷ്ടികൾ നിങ്ങളിലുണ്ട്. അതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ, അതാണ് കിറാമൻ കാത്തിബീൻ. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ കിറാമൻ കാത്തിബീൻ. നോക്കൂ നിങ്ങൾ, പിന്നെ അവരുടെ ഒരു വിശേഷണം പറയുന്നത്, രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ അതിനെ കുറിച്ചുള്ള കൃത്യമായ ഇൽമു വേണം, അറിവ് വേണം. എത്ര മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു? 100 കോടിയിലധികം മനുഷ്യന്മാർ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു കാനേശുമാരി കണക്കാണ്. കണക്കൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് കൃത്യമായിട്ടുണ്ട്. ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തി വെക്കുന്നു എന്നതാണ്. യഅലമൂന മാ തഫ്അലൂൻ. ആ കിറാമുൻ കാത്തിബീൻ, മാന്യന്മാരായ ആ രേഖപ്പെടുത്തി വെക്കുന്നവർ, ആ മലക്കുകൾ, യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട്. നമ്മൾ എവിടെ വെച്ച് എത്ര സ്വകാര്യമായി ഏത് കൂരിരുട്ടത്ത് ആരും കാണരുതെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ആ മാന്യന്മാരായ രേഖപ്പെടുത്തി വെക്കുന്നവർ കിറാമുൻ കാത്തിബീൻ അതെല്ലാം തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല അവർ അറിയുന്നുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ അറിയുന്നു എന്നതാണ്. ഈ ലോകത്ത് ഇപ്പൊ മനുഷ്യന്മാര് സ്വകാര്യമായി മനുഷ്യന്റെ കാര്യങ്ങൾ അറിയാനോ ഒക്കെ ഒരുപാട് സംഗതികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റലിജൻസ് വിഭാഗമുണ്ട്, CID-മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ദുനിയാവിൽ നമ്മൾ സംവിധാനിച്ചിട്ടുള്ള ഇന്റലിജൻസ് വിഭാഗം അല്ലെങ്കിൽ CID വിഭാഗം അവരുടെ ആ ഉദ്യോഗസ്ഥന്മാരെ പോലെയൊന്നുമല്ല ഈ മാന്യന്മാരായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ നിരീക്ഷകന്മാരായ ആളുകള്. ഇവിടുത്തെ മനുഷ്യന്മാർക്ക് മനുഷ്യരുടേതായ ദൗർബല്യങ്ങളുണ്ട്, കഴിവുകേടുകളുണ്ട്. എത്ര സത്യസന്ധമായി അതിസൂക്ഷ്മമായി ഒരു കേസ് അന്വേഷിക്കുകയാണെങ്കിലും പല കാര്യങ്ങളും ഈ അന്വേഷിക്കുന്ന ആളുകളിൽ നിന്ന് അവ്യക്തമായിരിക്കും, മറിഞ്ഞിരിക്കും. ഇപ്പോ ക്യാമറകളിലൊക്കെ സംഗതികൾ പകർത്തിയിട്ടുണ്ടെങ്കിലും അതുമായി കൃത്യമായി ചിലപ്പോൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. പല കുറ്റാന്വേഷണങ്ങളിലും അത് പൂർത്തിയാകാനാകാതെ കുറെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ അതിൻ്റെതായ പോരായ്മകളും ന്യൂനതകളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? കൃത്യമായ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്ന അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ഈ മാന്യന്മാരായ രേഖപ്പെടുത്തി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഅലമൂന മാ തഫ്അലൂൻ, ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ അറിയുന്നു എന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. മാ തഫ്അലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നത് യഅലമൂൻ, മലക്കുകൾ അറിയുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിന്റെ ഉദ്ദേശം വരെ ആരറിയണം? മലക്കുകൾക്ക് അറിയണം. അപ്പൊ മനസ്സിൽ പഠിച്ചോനല്ലേ അറിയുള്ളൂ. അപ്പൊ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവ് നൽകുന്നു. കാരണം എന്താ? മലക്കുകൾക്കുള്ള എല്ലാ കഴിവിനെ കുറിച്ചും മലക്കുകൾ തന്നെ പറയുന്നുണ്ട്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് മലക്കുകൾ പറയുന്നത്. അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അവർക്ക്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, അവർക്ക് ഉള്ള കഴിവുകൾ, അവർക്കുള്ള പദവികൾ, അതിലൂടെ അവർ നേടിയതാകുന്നു എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. നാഥാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒരു അറിവും ഞങ്ങൾക്കില്ല. അപ്പൊ അവർ നേടിയ അറിവാരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ആ സംശയവും അവിടെ തീരുന്നു. യഅലമൂന മാ തഫ്അലൂൻ എന്ന് പറഞ്ഞാൽ അവർ രേഖപ്പെടുത്തി വെക്കുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ കുറ്റമറ്റതായിരിക്കും, ഒരു പോരായ്മയും ഇല്ലാത്തതായിരിക്കും. അപ്പൊ ആരുടെയും കൂടെ ഏതവസരത്തിലും
എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും കിറാമുൻ കാത്തിബീൻ നമ്മുടെ കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന പോലെ തന്നെ ആരും കൂടിയുണ്ട്, കിറാമുൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാര അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവരുടെ നമ്മളിപ്പോ ഇതൊക്കെ റെക്കോർഡ് ചെയ്താലും ഇതൊക്കെ ക്യാമറയിൽ പകർത്തിയാലും അതിൻ്റെതായ തകരാറുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ. അവരുടെ ഹാർഡ് ഡിസ്കില് അവരുടെ ക്യാമറയിൽ പകർത്തപ്പെടാത്ത ഒന്നും ഉണ്ടാവുകയില്ല. അവരുടെ രേഖയിൽ രേഖപ്പെടുത്താൻ ഒന്നും ഉണ്ടാവുകയില്ല. സൂറ കഹ്ഫിലെ 49-ാമത്തെ ആയത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ ഈ രേഖ സമർപ്പിക്കും. ഓരോ മനുഷ്യനും കിറാമുൻ കാത്തിബീൻ, അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിൽ കൊടുക്കും. ഇഖ്റ കിതാബക് വവുദിഅൽ കിതാബ് വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. നമുക്ക് മനപ്പാടമുള്ള ഒരായത്തും കൂടിയാണ്. വവുദിഅൽ കിതാബ്, മനുഷ്യന്റെ ജീവിതരേഖ ഏതാണ്? ഈ കിറാമുൻ കാത്തിബീൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിത മിനുട്സ്, ആ രേഖ. അത് സമർപ്പിക്കപ്പെടുമ്പോ മുജ്രിമീങ്ങളായ പാപികളായ ആളുകളുടെ അവസ്ഥ നിനക്ക് കാണാൻ പ്രവാചകരെ. വയഖൂലൂൻ, അവരിങ്ങനെ പറയും, വിലപിച്ചു കൊണ്ടിരിക്കും, യാ വൈലത്തന, ഞങ്ങളുടെ നാശം. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു രേഖയാകുന്നു, എന്തൊരു പുസ്തകമാകുന്നു. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, എന്റെ ജീവിതത്തിൽ ചെറുതും കൊച്ചു കാര്യം, വളരെ നിസ്സാരമെന്ന് ഞാൻ വിചാരിച്ചത് പോലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ ഇതിൽ. അതൊക്കെ വളരെ കൃത്യമാണല്ലോ, ക്ലിപ്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മനുഷ്യൻ വിലപിക്കും. മാത്രവുമല്ല വവജദൂ മാ അമിലു, അവർ ചെയ്തതിനെ ഹാലിറൻ, അവർ നേരിൽ കാണും. അപ്പൊ നോക്കൂ നിങ്ങൾ, രേഖ, അത് കർമ്മങ്ങൾ ഇങ്ങനെ നമുക്ക് അള്ളാഹു കാണിച്ചു തരുന്നവർ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതം ഓരോരുത്തരുടേത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിസാബ് എന്ന് പറഞ്ഞത് വലിയ ഒരു കാര്യമാകുന്നു, വിചാരണ. ഹിസാബുൻ യസീർ, അതിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന, അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന, അല്ലാഹുവേ ഞങ്ങളുടെ വിചാരണ ഞങ്ങളുടെ മേൽ നീ എളുപ്പമാക്കി തരണമേ എന്നാണ്. വവജദൂ മാ അമിലു ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ്, ഉദാരനായ നിന്റെ റബ്ബ് ഒരിക്കലും നിന്നോട് അനീതി കാണിക്കുകയില്ല മനുഷ്യ. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ കൂടെ നോക്കൂ, ഈ കിറാമൻ കാത്തിബീൻ ഉണ്ട്, മലക്കുകളുണ്ട്. സൂറ ഖാഫിൽ വേറൊരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാൽ, അനിൽ യമീൻ വലതു ഭാഗം, അനിൽ ശിമാൽ ഇടത് ഭാഗം. യതലഖൽ മുതലഖിയാനി, ഏറ്റെടുക്കുന്ന രണ്ടു പേർ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഏറ്റെടുത്ത് രേഖപ്പെടുത്തി വെക്കുകയാകുന്നു എന്നാണ്. ഇടതും വലതും ഇരുന്നു കൊണ്ടാണ് അവർ ചെയ്യുന്നത്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ആ മനുഷ്യൻ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉരിയാടുന്ന ഓരോ വാക്കുകളും ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ്, അതീദ് എന്ന് രണ്ട് മലക്കുകളായിട്ടാണ് നമ്മൾ സാധാരണ പറയുക. അവരവരുടെ വിശേഷണമാണ്. കിറാമുൻ കാത്തിബിന്റെ വിശേഷണമാണ് റഖീബുൻ അതീദ് എന്നുള്ളത്. റഖീബ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ്. അതീദ്, ജാഗ്രതയോടുകൂടി
കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, അവ സൂക്ഷ്മമായി കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന, ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന രണ്ടുപേർ, അവർ ഇടതും വലതും ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിലൊരു വാക്കുപോലും ഉരിയാടുന്നില്ല. അവർ രേഖയിൽ എഴുതപ്പെട്ടിട്ടല്ലാതെ നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ ദൃഷ്ടികളുടെ ചലനങ്ങൾ അതുപോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. മലക്കുകൾ അത് ഓരോന്നും രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കഴിവുള്ളവനാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവൻ തന്റെ അടിമകളുടെ മേൽ സർവ നിയന്ത്രണവും സർവ ആധിപത്യവും ഉള്ളവനാകുന്നു. ഖഹാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ സൃഷ്ടികളുടെ മേൽ എല്ലാ ആധിപത്യവും നിയന്ത്രണാധികാരവും ഉള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫള. ഹഫള, ഹാഫിലി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബഹുവചനമാണെന്ത്? ഹഫളത്ത്. കാഫിർ, കാഫിറൂൻ, കാഫിരീൻ, കഫറത്ത് പോലെ. ഫാജിർ, ഫുജാർ, ഫജറ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഹാഫിൽ എന്നുള്ളതിന് ഹാഫിലൂൻ, ഹാഫിലീൻ എന്ന പോലെയുള്ള ബഹുവചന രൂപമാണ് എന്ത്? ഫഅല പോലെ ഹഫള. അല്ലാഹു നിങ്ങളുടെ മേൽ ആരെ? മേൽനോട്ടക്കാരെ നിയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ തന്റെ ദാസന്മാരുടെ മേൽ സർവ നിയന്ത്രണത്തിന്റെ അധികാരവും ഉള്ളവനാകുന്നു, അതിന് കഴിവുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സൂറ അൻആമിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു അങ്ങനെ പറയുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, വഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും, നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും, എന്താചരിച്ചാലും, എന്തനുഷ്ഠിച്ചാലും, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും, നിങ്ങളുടെ എല്ലാ ഗോഷ്ഠികളും അറിയുന്ന, അത് രേഖപ്പെടുത്തുന്ന, അത് കൃത്യമായി ക്ലിപ്തപ്പെടുത്തി വെക്കുന്ന മേൽനോട്ടക്കാരായ ആളുകളെ നിങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്, ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യർ ആ ദിവസം രണ്ട് വിഭാഗമായി തീരും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില്, യൗമുദ്ദീനിൽ രണ്ട് കക്ഷികളാണ് ഉണ്ടാവുക. ഒന്ന് രക്ഷപ്പെട്ടവർ, മറ്റൊന്ന് നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, എല്ലാം തൊലഞ്ഞു പോകുന്ന ആളുകൾ, എന്നാൽ ജീവിതത്തിലെ വിജയം നേടിയ ആളുകൾ. ഇങ്ങനെ രണ്ട് വിഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മാറ്റുന്നു. 13-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു ആ കാര്യമാണ് നമ്മളെ ഉണർത്തുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സുഹൃതവാന്മാർ, ലഫീ നഈം, അവർ നഈമിലായിരിക്കും. നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹം, അളവറ്റ അനുപമമായ തിട്ടപ്പെടുത്താനാകാത്ത സുഖാനുഗ്രഹങ്ങൾക്കാണ് നഈം എന്ന് പറയുന്നത്. സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ, ദുനിയാവിലേതല്ല. അപ്പൊ അവർ നഈമിലായിരിക്കും. ഇന്നൽ അബ്റാറ ലഫീ നഈം, നിശ്ചയമായും പുണ്യവാന്മാർ അല്ലെങ്കിൽ സുഹൃതം ചെയ്യുന്ന ആളുകൾ, സജ്ജനങ്ങൾ എന്നൊക്കെ പറയാം. സജ്ജനങ്ങൾ. അബ്റാർ എന്നതിന്റെ ഏകവചന രൂപം ബർറുൻ എന്നാകുന്നു. ബർറുൻ ജംഉഹു അബ്റാർ. മൻ ഹുവൽ ബർ വഹുവ മൻ യഫ്അലുൽ ബിർറ. ബിർറ് ചെയ്യുന്നവനാണ് ബർറ്. മൻ യഫ്അലുൽ ബിർറ വയത്തഖില്ലാഹ ഫീ കുല്ലി അഫ്ആലിഹി.
വഹറകാതിഹി വസകനാതിഹി. തൻ്റെ എല്ലാ കർമ്മങ്ങളിലും അവന്റെ അടക്കങ്ങളിലും അനക്കങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പുണ്യം ചെയ്യുന്ന ആളുകളാകുന്നു അബ്റാർ. ബർറുൻ, അബ്റാർ. യഹിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മറിയമിൽ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ എന്ന് പറയുന്നു. യഹിയ അലൈഹി സ്വലാമെ ബർറം ബിവാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യുന്നവനായിരുന്നു, സുഹൃതം ചെയ്യുന്നവനായിരുന്നു. അതേപോലെ തന്നെ ബർ എന്നുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അതിന്റെ ബഹുവചന രൂപത്തിലാണ് ഇവിടെ അബ്റാർ വന്നിട്ടുള്ളത്. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ എന്ന് നമ്മൾ ദുആ ചെയ്യാറില്ലേ? വതവഫനാ മഅൽ അബ്റാർ, സജ്ജനങ്ങളുടെ കൂടെ, സുഹൃതവാന്മാരോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണം, ഞങ്ങളുടെ മരണം അത്തരക്കാരുടെ മരണത്തിൽ ചേർക്കണം റബ്ബേ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. സൂറ ഇൻസാൻ, സൂറ ദഹ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ അബ്റാർ എന്ന് പറയുന്നത്. ഇന്നൽ അബ്റാർ, കുട്ടികൾക്ക് അബ്റാർ എന്ന് പേരിടും, ബഹുവചനാണെങ്കിലും അങ്ങനെയും പേരിടും ചിലപ്പോൾ അബ്റാർ. അൽ അബ്റാർ അസ്മാ, ഈ പേര് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഇടുന്നത് കാണാം. അതാണ് സജ്ജനം. അപ്പം സുഹൃതവാന്മാർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്നൽ അബ്റാർ, ഈ സുഹൃതവാന്മാർ, ഈ സജ്ജനങ്ങൾ എവിടെയായിരിക്കും? ലഫീ നഈം, അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുന്ന അനശ്വരമായ സുഖ ആനന്ദങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ ലോകത്തായിരിക്കും. അതാണ് നഈം എന്നത്. അതിന്റെ നേരെ വിപരീതമാണ് ജഹീം. നഈം നേരെ ഓപ്പോസിറ്റ് ജഹീം. അപ്പൊ അവിടെ രണ്ടാമത്തെ വിഭാഗത്തിന്റെ സങ്കേതമാകുന്നു ജഹീം. അവിടെ ആരാണുള്ളത്? വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. വഇന്നൽ ഫുജ്ജാറ, ഫാജിർ എന്നതിന്റെ ബഹുവചനമാണെന്ത്? ഫുജ്ജാർ. കാഫിർ, കുഫാർ പോലെ. ഫാജിർ, ഫുജ്ജാർ. അപ്പൊ ദുർജനം, ദുർമാർഗികൾ എന്നൊക്കെ പറയാം. ഫാജിർ, തിന്മ ചെയ്യുന്ന ആള്, തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. തീർച്ചയായും അവർ എവിടെയായിരിക്കും? ലഫീ ജഹീം, അവർ ജ്വലിക്കുന്ന നരകാഗ്നിയിലായിരിക്കും. ജഹീം അതാണ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയ. ആ നരകാഗ്നിയിലായിരിക്കും അവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ നരകാഗ്നിയിൽ എന്താണ്? യസ്ലൗനഹാ യൗമദ്ദീൻ. യസ്ലൗനഹാ, സ്വലിയ യസ്ലാ എന്നാണ്. അവർ അതിൽ കിടന്ന് എരിഞ്ഞുകൊണ്ടിരിക്കും. എരിയാണ് ചെയ്യുക, കരിയുക ഇല്ല. കരിഞ്ഞു പോവില്ല. കത്തി കരിഞ്ഞു പോയാൽ പിന്നെ ശിക്ഷ അനുഭവിക്കാൻ കഴിയില്ല. എരിയുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. തൊലികളൊക്കെ ഇങ്ങനെ പാകമായാൽ പിന്നെ അള്ളാഹു അത് മാറ്റിക്കൊടുക്കുമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ അവസ്ഥയെ മനുഷ്യൻ അതിൽ കിടന്നെരിയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഖുർആന്റെ ആയത്തുകളിലൂടെ നമ്മൾക്ക് അള്ളാഹു നരകത്തെ കാണിച്ചു തരികയാണ്. നമുക്ക് അങ്ങനെ കാണാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ കാണണം നമ്മൾ ഖുർആനിലൂടെ. സ്വർഗവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അള്ളാഹു കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ സ്വലിയ യസ്ലാ എന്ന് പറഞ്ഞാൽ അതിൽ കിടന്ന് എരിഞ്ഞു എന്നാണ്. യാനി യുഖാസൂന ഹർറഹാ, സ്വലിയ യസ്ലാ യസ്ലൻ നാറൽ കുബ്റ. നമ്മൾ പഠിച്ചിട്ടില്ലേ? യസ്ലൻ നാറൽ കുബ്റ, ഏറ്റവും വലിയ ആ നരകാഗ്നിയിൽ അവർ കിടന്നെരിയുന്നതാകുന്നു.
ثم جعلنا له جهنم يصلاها مذموما مدحورا. ആ നരകം അള്ളാഹുവിനെ നിഷേധിച്ച, അവനെ കളവാക്കിയ, അവനിൽ പങ്കുചേർത്ത ആളുകൾക്ക് അവൻ ഒരുക്കി കൊടുക്കുന്നു. മദ്മൂമൻ മദ്ഹൂറാന, അവഗണിക്കപ്പെട്ടവനായി, ആക്ഷേപിക്കപ്പെട്ടവനായി അവൻ ആ നരകത്തിലേക്ക് പ്രവേശിച്ച് അതിൽ കിടന്നെരിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വസയസ്ലൗന സഈറ. സഈർ നരകത്തിന്റെ പേരാ, ജഹീം പോലെ തന്നെ. വസയസ്ലൗന സഈറ. അപ്പൊ സ്വലിയ യസ്ല നമ്മൾ പഠിച്ചു. സ്വലിയ യസ്ല, തസ്ലിയത്ത് എന്നാണ് അതിന്റെ മസ്തർ. അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മസ്തർ. ഫനുസുലും മിൻ ഹമീം വതസ്ലിയത്തു ജഹീം. തസ്ലിയത്തു ജഹീം, അതിൽ കിടന്ന് എരിയുന്ന ആൾക്ക് സ്വാലി എന്നാണ് അതിന്റെ ഇസ്മു ഫാഇൽ വരിക. സ്വലിയ യസ്ല സ്വാലിൻ ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഫുജാറുകളുടെ സങ്കേതം അതെന്താകുന്നു? ജഹീമാകുന്നു. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ. നോക്കൂ, യൗമുദ്ദീൻ അവർ കളവാക്കിയതാണ്. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. ആ ദീനിനെ നിങ്ങൾ നിഷേധിച്ചു. അന്ന് നിങ്ങൾക്ക് ആ നിഷേധത്തിന്റെ ഫലമായി കിട്ടുന്നതോ യസ്ലൗനഹ, നിങ്ങൾ അതിൽ കിടന്നെരിഞ്ഞുകൊണ്ടിരിക്കും. ആര്? ഫാജിർ, ദുർജനം, ദുർമാർഗികൾ. ഫാജിർ ജമു ഫുജാർ. ഫജറ എന്നും അതിന്റെ ബഹുജനമായി വരും. കഫറ പോലെ. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ എന്ന് നമ്മൾ പഠിച്ചല്ലോ. മൻ ഹുവൽ ഫാജിർ? ഹുവ താരിഖു ലിമാ ശറഅഹു അല്ലാഹു ലിഇബാദിഹി. അതാണ് ഫാജിർ. അത്താരിഖു ലിമാ ശറഅഹു അല്ലാഹു ലിഇബാദിഹി. അള്ളാഹു തന്റെ അടിമകൾക്ക് എന്തൊക്കെ നിയമമാക്കി ശരീഅത്താക്കി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞവനാകുന്നു ഫാജിർ. അള്ളാന്റെ ദീനും അങ്ങനെയുള്ളൊരു നിയന്ത്രണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയന്ത്രണം മതി. അങ്ങനെ അലക്ഷ്യരായി അബദ്ധസഞ്ചാരം നടത്തുന്ന ദുർമാർഗികളായ ആളുകളാകുന്നു ഫാജിറുകൾ. അവർക്കുള്ള ശിക്ഷയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നോക്കൂ, വമാ ഹും അൻഹാ ബിഗായിബീൻ. അപ്പൊ മലക്കുകളെയൊക്കെ നിങ്ങളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, എല്ലാ രേഖകളും റെഡിയാണ് കേട്ടോ. അങ്ങനെ പുണ്യവാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നഈം നൽകും, ഫാജിറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹീം നൽകും. 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന നോക്കൂ, വമാ ഹും അൻഹാ ബിഗായിബീൻ. ഈ ഫുജാറുകളായ ആളുകൾ, ദുർജനങ്ങൾ, താന്തോന്നികളായി തന്നിഷ്ടക്കാരായി ജീവിച്ച ആളുകൾ ആ നരകത്തിൽ നിന്ന് വമാ ഹും അൻഹാ ബിഗായിബീൻ, അവർ അതിൽ നിന്ന് ഒരിക്കലും തന്നെ ഗായിബാവുകയില്ല, അതിൽ നിന്ന് മാറി നിൽക്കുകയില്ല. എപ്പോഴും ഹാലിറായിരിക്കും, അവർ പ്രസന്റ് ആയിരിക്കും. അവിടുന്ന് ലീവ് എടുക്കുന്ന പരിപാടിയില്ല, വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്ന പരിപാടിയില്ല. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഖാലിദീന ഫീഹാ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ആ നരകത്തിൽ നിന്ന് വമാഹും, ഹും എന്ന് പറഞ്ഞാൽ അൽ ഫുജ്ജാർ. അപ്പോൾ ഒരിക്കലും അവരതിൽ നിന്ന് ഗായിബുകളാവുകയില്ല, അപ്രത്യക്ഷരാകുന്നതല്ല. ഗായിബ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഹാലിർ. ഹാലിർ പ്രസന്റ്, ഗായിബ് ആബ്സെന്റ്. അതാണ് വമാ ഹും അൻഹാ ബിഗായിബീൻ. അൻഹ അനിൽ ജഹീം. അൻഹ എന്ന് പറഞ്ഞാൽ അനിൽ ജഹീം. അപ്പൊ ആ നരകത്തിൽ നിന്ന് അവർ ഒരിക്കലും, ആ ദുർജനങ്ങൾ അപ്രത്യക്ഷരാകുന്നില്ല, അവർക്കതിൽ നിന്ന് മാറി നിൽക്കാവതല്ല. ഐ ലാ യഗീബൂന അനിൽ ജഹീം ബൽ ഹും മുലാസിമൂന ലഹാ. അവർ അതിൽ സ്ഥിരമായി കഴിയുന്നവരായിരിക്കും, അവർ അതിൽ നിന്ന് അപ്രത്യക്ഷരാവുകയില്ല തന്നെ എന്നാണ്.
സൂറത്ത് റൂമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യരെ രണ്ട് വിഭാഗമാക്കും അന്ത്യദിനത്തിൽ എന്ന് പറഞ്ഞെടുത്ത് ഈ ഹാലിരീൻ ഇവിടെ ഗായിബീൻ എന്നുള്ളതിന് അവിടെ മുഹ്ളറൂൻ എന്ന് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. വയൗമ തഖൂമുസ്സാഅതു യൗമഇദിൻ യതഫറഖൂൻ فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون. നോക്കൂ നിങ്ങൾ, فأولئك في العذاب محضرون, അവർ അവിടെ ഹാജരാക്കപ്പെടും, അവരവിടെ ഹാലിരീങ്ങളായിരിക്കുമെന്ന്. എവിടെ? ഫിൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയൗമ തഖൂമു സ്സഅ, അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം. യൗമ ഇദിൻ, അന്നേ ദിവസം. യതഫറഖൂൻ, അവർ രണ്ട് വിഭാഗമായി തീരും. ഫഅമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫഹും ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ അവർ സന്തോഷത്തിൽ കഴിയും. വഅമ്മല്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചവരോ, വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ, വലിഖാഇൽ ആഖിറ, പരലോകത്തിൽ കണ്ടുമുട്ടുമെന്നതിനെ കളവാക്കി തള്ളിക്കളഞ്ഞ ആളുകൾ, ഫഉലൈക, ആ കൂട്ടർ, ഫിൽ അദാബി മുഹ്ളറൂൻ, അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും. വമാ ഹും അൻഹാ ബിഗായിബീൻ, ആ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും അവർ അപ്രത്യക്ഷരാകുന്നതല്ല, അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീനെയാണ് അവർ കളവാക്കിയത്, അല്ലേ? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, അവിടുന്ന് തുടങ്ങാണ് ചോദ്യം, വിശദീകരണം. വമാ അദ്റാക മാ യൗമുദ്ദീൻ, മനുഷ്യ, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ മനുഷ്യ? മാ ഗർറക ബിറബ്ബിക്കൽ കരീം, എന്താണ് പ്രതിഫല നടപടി എന്ന് നിനക്കറിയാമോ? വമാ അദ്റാക, അദ്റായുദിരി, ദറായദിരി, അറിഞ്ഞു, അദ്റായുദിരി, അറിയിച്ചു. വമാ അദ്റാക, നിന്നെ അറിയിച്ചത് എന്താണ്? മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണ് എന്ന് നിനക്ക് അറിയാമോ? അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം അതിനെ കുറിച്ച്? രണ്ടാമതും ആവർത്തിച്ചത് ചോദിക്കുന്നു. സുമ്മ, വീണ്ടും, മാ അദ്റാക, നിനക്ക് എന്തറിയാം? മാ യൗമുദ്ദീൻ എന്നാണ് പ്രതിഫല നടപടി. അന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആവൂല, അതിൽ വിശ്വാസമുള്ള ആളുകൾ തന്നെ വിചാരിക്കുന്ന പോലെ ആവുകയില്ല കാര്യങ്ങൾ എത്തിയാലെന്നാണ് ഖുർആൻ പറയുന്നത്. വബദാലഹും, അവർക്കന്ന് വെളിവാകും, അവർ വിചാരിക്കാത്ത പലതും വന്ന് അവർ കാണും, കേൾക്കും. പഠിച്ചവനെ, ഇങ്ങനെയൊക്കെയാണോ ഈ ലോകം? നമ്മൾ കാണാത്ത ഒരു ലോകം, ആ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിലൂടെയാണ്? വിശുദ്ധ ഖുർആനിലൂടെ. അതാണ് ഖുർആൻ. ഖുർആൻ പഠിച്ചാലേ ആ ലോകത്തെ കുറിച്ച്, ഇനി നമുക്ക് പോകാനുള്ള ലോകത്തെ കുറിച്ചുള്ള അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ അറിവ് നമുക്ക് പകർന്നു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദിവ്യ സൂക്തങ്ങളിലൂടെയാണ്, ഈ പുണ്യവചനങ്ങളിലൂടെയാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, ഐ ഇന്ന അംറക അയ്യുഹൽ ഇൻസാൻ ലഅജീബ്, മനുഷ്യ, നിന്റെ കാര്യം പുതുമ തന്നെയാകുന്നു, അതിശയം തന്നെയാകുന്നു, അത്ഭുതം തന്നെയാകുന്നു. നീ പോകാനുള്ള ഒരു ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, വിവരമില്ലാതെ അതിനെക്കുറിച്ചുള്ള അജ്ഞതയുമായി കൊണ്ടാകുന്നു നിന്റെ ജീവിതം, നിന്റെ കാര്യം. അതാണ് ഈ പറഞ്ഞത്, മാ അദ്റാക വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ ഫഅൻത ലാഹിൻ അൻ ഹാദൽ യൗം, നീ ദുനിയാവിൽ ആ ദിവസത്തെ കുറിച്ച് അശ്രദ്ധനായി കൊണ്ടാകുന്നു കഴിഞ്ഞുകൂടുന്നത്. യൗമുദ്ദീനിനെ കുറിച്ച് അശ്രദ്ധനായി കൊണ്ടാകുന്നു കഴിഞ്ഞുകൂടുന്നത്.
നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വൈകുന്നേരം ആകുമ്പോൾ കൂലി തരിക എന്ന് വിചാരിച്ചോളൂ. ഒരു ദിവസം നമ്മൾ തുടങ്ങിയല്ലോ, നമ്മുടെ ഫജ്റിന് മുമ്പ് എന്നുള്ള തഹജ്ജുദ് മുതൽ സുന്നത്ത് മുതൽ ഇങ്ങനെ ഈ ദിവസം നമ്മൾ തുടങ്ങിയല്ലോ. ഇപ്പോഴും ദിവസം കണ്ടിന്യൂ ചെയ്യണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നന്മയുടെ ത്രാസിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുമാറാകട്ടെ. ഇങ്ങനെ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകുന്നേരം ആകുമ്പം തന്നെ നമുക്ക് കൂലി തരും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് കൂലി തരാൻ ഒരു സംവിധാനവും ഒരു സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തി വെച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ദുനിയാവിൽ നിന്ന് കിട്ടുന്ന കൂലിയല്ലേ, അപ്പൊ അതിനു വേണ്ടി എന്തെങ്കിലും പുണ്യകർമ്മം നമ്മൾ ഒഴിവാക്കും, പരമാവധി ചെയ്യൂലേ. ചെയ്യുന്നതൊക്കെ യൗമുദ്ദീനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ പുണ്യമായി മാറൂലേ നമുക്ക്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മറ്റുള്ള എല്ലാ സംഗതികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുണ്യം നൽകുകയാണ്, പ്രതിഫലം നൽകുകയാണ്. എത്ര പ്രതിഫലം ഉണ്ടാകും നമുക്ക് ആ ഒരു ചിന്ത. അവ നേരെ മരിച്ചു ചെന്നാൽ അന്ത്യദിനത്തിൽ അള്ളാഹു നമുക്ക് ഈ കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകുമെന്ന വിചാരവും ആ വിശ്വാസവും വെച്ചു പുലർത്തി ജീവിച്ചാൽ നമ്മുടെ ജീവിതം എത്രമേൽ, നോക്കൂ നിങ്ങൾ, നമുക്ക് എന്തെങ്കിലും പരീക്ഷണം വന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലം, ദുരിതം അനുഭവിച്ചാൽ അള്ളാഹിനെ ഓർക്കുന്നതിന് പ്രതിഫലം, ഒന്നുമില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് കണ്ണീരൊലിപ്പിക്കുന്നതിന് കൂലി. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറ വഅജ്റുൻ കബീർ. ചെറിയ കൂലിയൊന്നുമല്ല, വലിയ കൂലി. എന്താ ചെയ്തത്? ഖശിയത്തുർ റബ്ബ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ഖശിയുർ റഹ്മാൻ ബിൽ ഗൈബ്. അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട മനസ്സിന് കൂലി, മനസ്ഥിതിക്ക് കൂലി, മനോനിലക്ക് കൂലി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കൂലി നൽകുന്ന അള്ളാഹുവിനെ മറക്കുകയാണ് മനുഷ്യൻ. അങ്ങനെയുള്ളൊരു സംവിധാനത്തെയും ദിവസത്തെയും മറക്കുകയാണ് മനുഷ്യൻ. അശ്രദ്ധനായി കഴിയുന്നു. വമാ അദ്റാക മാ യൗമുദ്ദീൻ. നിനക്ക് എന്തറിയാം മനുഷ്യ യൗമുദ്ദീനെ കുറിച്ച്? സുമ്മ, വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, മാ അദ്റാക മാ യൗമുദ്ദീൻ. എന്നാൽ നിന്റെ അശ്രദ്ധയൊക്കെ വെടിയണമെങ്കിൽ നിനക്ക് ആ ദീനിനെ കുറിച്ച്, ആ ദിവസത്തെ കുറിച്ച്, പ്രതിഫല നടപടിയെ കുറിച്ചുള്ള ബോധം വേണം. എന്ത് ബോധം വേണമെന്നോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. ആ ദിവസം എങ്ങനെയുള്ള ദിവസമാണെന്നോ? ലാ തംലികു, ഉടമപ്പെടുത്തുകയില്ല, അധീനപ്പെടുത്തുകയില്ല. മലക്ക യംലിക്കു എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി, അധീനപ്പെടുത്തി. മിൽക്കിലാണ് നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ അധീനതയിലാണ്, നമ്മുടെ ഉടമസ്ഥതയിലാണ്. അപ്പൊ നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പരമമായി ആരുടെ ഉടമസ്ഥതയിലാണ്? അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. അത് എന്റെ അധികാരത്തിലാണെന്ന് നമ്മൾ പറയും. താൽക്കാലികമായി അള്ളാഹു ഏൽപ്പിച്ച അധികാരമാണ്. നമ്മളെ നൽകുന്നവൻ ആരാണ്? മാലിക്കുൽ മുൽക്കാണ്. എല്ലാ മുൽക്കിന്റെയും ഒരു മാലിക്കുണ്ട്. തുഅ്തിൽ മുൽക മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അങ്ങനെ ഈ ദുനിയാവിലൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള കൊച്ചു കൊച്ചു അധികാരങ്ങളൊക്കെ അള്ളാഹു, അതാണ് അള്ളാഹു മാലികു യൗമുദ്ദീനാണ്. അപ്പോ ആ ദിവസത്തിന്റെ മുഴുവൻ അധികാരം, അന്ന് മനുഷ്യർക്ക് ഒന്നും അനങ്ങാൻ കഴിയില്ല. അവിടെ ഇന്ന് നമുക്ക് അനങ്ങാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യമൊക്കെ പഠിച്ചോൻ തന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ചെന്ന് ചോദിക്കും, ഇവിടെയുള്ള രാജാക്കന്മാരെ കുറിച്ച്, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുത്തക്കബ്ബിറൂൻ ഐന മുലൂക്കുൽ അർദ്. അള്ളാഹ് ചോദിക്കുന്ന, അള്ളാഹുവിന്റെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ്, എവിടെയടാ ഈ ഭൂമിയിൽ വിലസിയിരുന്ന രാജാക്കന്മാരും സ്വച്ഛാധിപതികളും മുത്തക്കബ്ബിറുകളുമായ അഹങ്കാരികളായ ആളുകൾ എവിടെ? പഞ്ചപുച്ഛമടക്കി ശ്വാസം പിടിച്ച് മനുഷ്യൻ നിൽക്കുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. ലിമനിൽ മുൽക്കുൽ യൗം.
ഇന്നത്തെ സർവ ആധിപത്യവും അധികാരവും ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ദുനിയാവെന്ന് കുറച്ചൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് പഠിച്ചു. എന്നിട്ടാണ് നമ്മൾ ഈ കോലത്തിലായത്. ആ ദിവസത്തെ യൗമുദ്ദീനിനെ എങ്ങനെ നിങ്ങൾ അശ്രദ്ധമായി തള്ളിക്കളയുന്നു? ആ ദിവസത്തെ ഓർക്കാൻ അല്ലാഹു പറയുന്നു, യൗമല്ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി യാതൊന്നും തന്നെ തംലിക്കു അധീനപ്പെടുത്താത്ത ദിവസമാകുന്നു. യൗമല്ലാ തംലിക്കു, അധീനപ്പെടുത്താത്ത ദിവസം. നഫ്സുൻ, ഒരാൾ, ലിനഫ്സിൻ, മറ്റൊരാൾക്ക് വേണ്ടി, ഷൈഅ, യാതൊന്നും. അതാ അല്ലാഹു പറയുന്നത്, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. സൂറ ബഖറയിൽ നമ്മൾ പഠിച്ചില്ലേ? ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസത്തെ സൂക്ഷിക്കണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയോ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ദിവസം ഓടുകയായിരിക്കുമെന്ന്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, നമ്മൾ പഠിച്ചില്ലേ? വ സ്വാഹിബിഹി വ ബനീഹി. കാരണം എന്താ? ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഓരോ മനുഷ്യനും അന്ന് അവരവരുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും വലുത്. സ്വന്തം തടി കാക്കാൻ മനുഷ്യൻ എന്തും ചെയ്യുന്ന ദിവസമായിക്കൊണ്ടാണ്, മനുഷ്യൻ ഏറ്റവും വലിയ സ്വാർത്ഥംഭരിയാകുന്ന ദിവസമായിക്കൊണ്ടാണ് ആ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്താണെന്നോ? വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. വൽ അംർ, അന്നേ ദിവസം കൈകാര്യകർത്തൃത്വം മുഴുവൻ അള്ളാഹുവിനായിരിക്കും. ലിമനിൽ മുൽക്കുൽ യൗം, പഠിച്ചോന്റെ ചോദ്യം വെറുതെ അല്ല, എല്ലാം അള്ളാഹുവിനായിരിക്കും. അന്ന് മനുഷ്യനെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇടപെട്ടുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നയാള് എനിക്ക് പ്രിയപ്പെട്ടവനാ, അത് നമ്മളെ വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? നമുക്ക് പറയാൻ കഴിയില്ല. അമ്പിയാക്കൾക്ക് പറയാൻ കഴിയും? കഴിയില്ല. പ്രവാചകന്മാരുടെ ഇമാമായ, പ്രവാചകന്മാരുടെ സയ്യിദായ അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയോ? സ്വന്തം മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് എന്താ? യാ ഫാത്തിമ ബിൻത മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅ്തി. മോളെ, ഉപ്പാന്റെ സ്വത്തിൽ നിന്ന്, ദുനിയാവിൽ നിന്ന് നിനക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ കഴിയും, എനിക്ക് വേണമെങ്കിൽ ചോദിച്ചോ. അൻഖിദി നഫ്സകി മിനൻ നാർ വലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. നിന്റെ തടി നീ നരകത്തുനിന്ന് കാക്കണം മോളെ, ഉപ്പാക്ക് പരലോകത്ത് നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ കഴിയില്ല മോളെ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലാകുന്നു എല്ലാ കാര്യവും എന്ന് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഈ സൂറ ഇവിടെ അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച എല്ലാ പാഠഭാഗങ്ങളിലൂടെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കുവാനും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച്, ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമുള്ള മഹത്തായ അനുഗ്രഹവും തൗഫീഖും നമുക്ക് ഏവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ അർഹമർ റഹീമീൻ വയാ അക്രമൽ അക്രമീൻ വയാ റഹ്മാനസ് സമാവാതി വൽ അർദ് ഇഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ യാ അക്രമൽ അക്രമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.